وأصحابه أجمعين. വേദിയിൽ പോയിഷരായ മഹൽ വ്യക്തിത്വങ്ങളെ, സദസ്സിലെ സഹൃദയരായ SSFന്റെ പ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ, ഇവിടെ നടക്കാൻ പോകുന്ന സാഹിത്യോത്സവത്തിന്റെ തുടക്കം എന്നുള്ള നിലക്ക് നടത്തപ്പെടുന്ന സെമിനാറാണിത്. അതിൽ മലപ്പുറത്തിന്റെ പാട്ടും പടയോട്ടവും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി വളരെ പ്രൗഢമായ ഒരു വിഷയാവതരണം ഇവിടെ നടന്നിരിക്കുകയാണ്. ഇനി അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചില ചർച്ചകളാണ് നടക്കുന്നത്. നമ്മുടെ ഇത്തരം വിഷയാവതരണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത്, അതുപോലെ ഇത്തരം പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിൽ കൂടി നമുക്കൊരു വീര്യം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം അതൊക്കെ. ഒരു സ്വോദ്ദേശ്യമായിരിക്കണം എല്ലാ സംഗതിയും. കേവലം പാടി അങ്ങോട്ട് രക്ഷപ്പെടുകയല്ല, പറഞ്ഞു പോകലും പാടിപ്പോകലല്ല. അതെന്ത് നമുക്ക് വീര്യം കിട്ടണം. അല്ലെ, സാഹിത്യം തന്നെ പറയുന്നത് ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, വീവത്സം, അത്ഭുതം, ശാന്തം, നവരസങ്ങളല്ലേ. അതിൽ വീര്യരസം, ശൃംഗാരരസമൊക്കെ നാട്ടിക്കൂടാനല്ലോ നടക്കുന്നുണ്ടാവും. പക്ഷെ വീര്യം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. അതാണ് പടപ്പാട്ടിൽ നിന്നും അതുപോലത്തെ ഇത്തരം ചർച്ചയിൽ നിന്നൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവാഹിച്ചെടുക്കേണ്ടത്. മുമ്പുണ്ടായിരുന്ന വീര്യത്തെ സംബന്ധിച്ച് പാടിയത് കൊണ്ട് മാത്രമായില്ല. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടെപ്പോലെ ഭരിക്കുന്നില്ല, പണ്ടിവനൊരു കടിയാലൊരു പുലിയെ ഖണ്ഡിച്ചതു ഞാൻ കണ്ടറിയുന്നേന്ന് കുഞ്ചൻ നമ്പ്യാര് പാടില്ലേ. പാണ്ഡൻ നായരുടെ പല്ലിന് നല്ല ശൗര്യം പണ്ടുണ്ടായിരുന്നു, അതിപ്പോ പണ്ടത്തെ നാരി ഭരിക്കണില്ല. പണ്ട് ഇവനൊരു കടിയാൽ ഒരു പുലിയെ ഖണ്ഡിച്ചത് ഞാൻ കണ്ടു, പക്ഷെ ഇപ്പൊ കടിച്ചിട്ടില്ല, ഇപ്പൊ കടിക്കാൻ പറ്റണില്ല. അപ്പൊ വീര്യം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ആ വീര്യം ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് തിരിച്ചെടുക്കണം. അത് തിരിച്ചെടുക്കണ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അത് പഴയ രീതിയിൽ നമ്മൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ടല്ല, പഴയ രീതിയിലുള്ള പ്രതികരണമല്ല. ഇത് ആധുനിക മോഡേൺ സിവിലൈസേഷനാണ് നമ്മുടെ മുമ്പിലുള്ള. മോഡേൺ സിവിലൈസേഷൻ നമുക്ക് രണ്ട് സംഭാവന തന്നിട്ടുണ്ട്. ഒന്ന് ജനാധിപത്യ ബോധമാണ്, മറ്റൊന്ന് ഈ ഭൗതികമായ പുരോഗതിയാണ്. ഈ രണ്ടുമാണ് മോഡേൺ സിവിലൈസേഷന്റെ സംഭാവന. അപ്പൊ മോഡേൺ സിവിലൈസേഷനിൽ ഇപ്പോൾ ആധുനിക നാഗരികതയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും, ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകണമെന്ന് വെച്ചാൽ വോട്ട് ചെയ്ത് കണ്ട് പുറത്താക്കാൻ പറ്റൂല. അല്ലെ, ബ്രിട്ടീഷുകാർക്ക് അതിന്റെ വോട്ട് ചെയ്ത് പുറത്താക്കാൻ പറ്റൂലല്ലോ. അതേപോലെ തന്നെ പണ്ടത്തെ കാലത്ത് ഈ വോട്ട് ചെയ്യുന്ന ഏർപ്പാടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് വോട്ട് ചെയ്ത് പുറത്താക്കുക എന്നുള്ളതില്ല. ഇപ്പൊ നമ്മൾ പുതിയ സിവിലൈസേഷനിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? പുതിയ രീതിയിലാണ് പ്രതികരിക്കേണ്ടത്. ഇപ്പോ ഞാന് എപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണം, മുമ്പ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കർബല യുദ്ധം ഉണ്ടായത്. ഇപ്പോ പളപ്പാട്ട് മുണ്ടമ്പറ അണ്ണിമറാക്കാന്റെ ഒക്കെ കർബലയൊക്കെ ഉണ്ട്. മൊയ്കുട്ടി ചെയ്തിരുന്നത് മാത്രമല്ല, മുണ്ടമ്പറ അരീക്കോടിന്റെ മുണ്ടമ്പറ മുണ്ടമ്പറ അദ്ദേഹത്തിന്റെ എണ്ണിയൊമ്പത് എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ കർബലയെ സംബന്ധിച്ചൊക്കെ, അതുപോലെ തന്നെ ഈ നമ്മുടെ കൊണ്ടോട്ടിയും അരീക്കോട്ടും തമ്മിൽ ഒരു യുദ്ധം നടന്ന ആ സംഭവത്തെ സംബന്ധിച്ച് ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായിട്ടുണ്ട്. മൊയ്കുട്ടി ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കവി തന്നെ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും. എത്ര മനോഹരമായിട്ടുള്ള കവിതകളാണ് അദ്ദേഹത്തിന്റെ മുണ്ടമ്പറ അണ്ണിമറാക്കാന്റെ അരീക്കോട്ടുള്ള. ഏതായാലും അപ്പൊ അതുകൊണ്ട് ഈ കർബല യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധം ഉണ്ടാവില്ലായിരുന്നു. കാരണം ഹുസൈൻ റളിയല്ലാഹുവിന് എങ്ങനെ കർബല ഉണ്ടായത്? കർബല യുദ്ധം എന്ന് പറഞ്ഞാല് ഹുസൈൻ റളിയല്ലാഹുവിന് കൂഫയ്ക്ക് പോവാണല്ലോ, ഇറാഖിലെ കൂഫയ്ക്ക് പോവല്ലേ. അത് എന്തുകൊണ്ടാ പോണത്? അതിന്റെ മുമ്പ് മുസ്ലിമിൻ അഖീൽ എന്നവരെ പറഞ്ഞയച്ചിരുന്നു. അപ്പൊ മുസ്ലിമിൻ അഖീൽ എന്നവർ കൂഫയിലെ പള്ളിയൊക്കെ പോയിട്ട് നിസ്കരിക്കാതെ വന്നു. മഗ്‌രിബ് നിസ്കാരത്തിന് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ജനം തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം ഹുസൈൻ റളിയല്ലാഹുവിന്റെ സഹോദരനായിട്ട് മുസ്ലിമിനാകുമ്പോ വലിയ ജനക്കൂട്ടം പള്ളിക്കലുണ്ടായിരുന്നു. അപ്പോഴാണ് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഇത് കേൾക്കണം, ഒരു അനൗൺസ്മെന്റ്. ഇവിടെ ഹുസൈന്റെ സഹോദരൻ മുസ്ലിം അഖീൽ എന്ന ആളിവിടെ വന്നിട്ടുണ്ട്, നാട്ടുകാരൊക്കെ ബയ്യത്ത് ചെയ്തിരിക്കണമെന്ന് കേൾക്കുന്നുണ്ട്. അതെങ്ങാനും പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രത്യാഘാതം നേരിടേണ്ടി വരുന്ന പറഞ്ഞാണ് ഒരു അനൗൺസ്മെന്റ്. മാര്യസ്കരിക്കാൻ വേണ്ടി മുസ്ലിം അഖീൽ എന്നവര് നിൽക്കുമ്പോ നേരെ പിന്നിലുണ്ടായിരുന്ന ആൾക്കാരൊന്നും സലാം വിട്ടിയേക്കുമ്പോ ഒരൊറ്റ മനസ്സില്ല, എല്ലാവരും അവനാന്റെ കടിതെത്തിക്കണേ. അപ്പോ അപ്പോഴാണ് മുസ്ലിം അഖീൽ എന്നവർക്ക് മനസ്സിലാവണത് ഇവരൊന്നും നമ്മളൊപ്പല്ലാന്ന്. അപ്പൊ ഈ വിവരം ഹുസൈനാരെ എന്നവർ അറിയിക്കണ്ടേ? അതിനെന്താ ചെയ്യാ? ആളെ പറഞ്ഞേക്കാൻ ഒരു കോലമില്ല.
അവസാനം എങ്ങനെയും പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോഴൊക്കെ പ്രശ്നമായി, യുദ്ധമായി, അങ്ങനെ വിവരെത്തിക്കാൻ പറ്റിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ വലിയ അഭിലാഷം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ അഭിലാഷം പോലും ഈ വിവരം ഹുസൈനൊന്നും വരെ എത്തിക്കണ്ടേ എന്നായിരുന്നു. പക്ഷെ സാധിച്ചില്ല. അന്നെങ്ങാനൊരു മൊബൈൽ ഉണ്ടെങ്കിൽ ഹലോ ഹുസൈനാരെന്നവരല്ലേ, പിന്നെ നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമില്ല, ഇവിടുത്തെ ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്തല്ല, അതുകൊണ്ട് കാക്കയോട് വരണ്ടാന്ന് പറഞ്ഞാലേ ഇതുണ്ടാവില്ലായിരുന്നു. അതെന്താ മൊബൈലിന്റെ ല്ലേ, പിന്നെ നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമില്ല, ഇവിടുത്തെ ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്തല്ല, അതുകൊണ്ട് കാക്കയോട് വരണ്ടാന്ന് പറഞ്ഞാലേ കറുതലായുധണ്ടാവില്ലായിരുന്നു. അതെന്താ മൊബൈലുണ്ടായിരുന്നെങ്കിൽ കറുതലായുധണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാല് പുതിയ സങ്കേതങ്ങളും പുതിയ തരത്തിലുള്ള ആയുധങ്ങളും ഒക്കെ ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് പഴയ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഈ അമർഷത്തിൻ്റെതായ മനസ്സ്, സാമ്രാജ്യത്വത്തോടുള്ള അമർഷത്തിൻ്റെതായ മനസ്സ്, വിരോധത്തിൻ്റെതായ മനസ്സ്, അതിനെതിരിൽ പ്രതികരിക്കേണ്ടതായ മനസ്സ്, അത് ആധുനികമായ രീതിയിലൂടെ പ്രതികരിക്കേണ്ടതായ മനസ്സ് ആർജിച്ചെടുക്കുക, അതാ വീര്യം ആർജിച്ചെടുക്കലാണ് നമുക്ക് അത് കൂടെ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ കേരളത്തിൽ എനിക്ക് തന്നിട്ടുള്ള ചില ടൈറ്റിൽസ് ഉണ്ട്, വളരെ പിന്നെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തന്ന സബ് ടൈറ്റിലുകൾ എന്താ വെച്ചാൽ, ഒന്ന് ഈ മലപ്പുറം പട്ടയെ സംബന്ധിച്ച് ഞാൻ പറയണം. അതുപോലെ തന്നെ പിന്നെ ഈ പൂക്കൂട്ട് കലാപത്തെ സംബന്ധിച്ച് പറയണം, ആലിബ്സിനെ പറ്റിയും കുഞ്ഞേമദാജിയെ പറ്റിയും പറയണം. ഈ 4 സബ് ടൈറ്റിലാണ് എനിക്ക് ഇതിൽ പറയാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. ആദ്യത്തെ മലപ്പുറം പഴ, അത് ഇവിടെ നടന്നതാണല്ലോ, ദൂരത്തിലെ ഇവിടെ നടന്നതല്ലേ. പിന്നെ സാമൂതിരി രാജാവിന്റെ സാമന്തനായിരുന്ന പാറവന്തി, അത് അന്നത്തെ കാലഘട്ടത്തിൽ എന്തോ ശങ്കരൻ എന്നുള്ള പേരിൽ പാറവന്തി ഉണ്ടായിരുന്നത്. പാറവന്തി സാമന്ത രാജാവ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ പിന്നെ നികുതി പിരിക്കാൻ വേണ്ടി എല്ലാ കാലത്തും ഉണ്ടാവും മുസ്ലിങ്ങളെ വലിയ വിശ്വാസമുള്ളതുകൊണ്ടേ, മുസ്ലിങ്ങളെ വിശ്വാസം ഭരണാധികാരികളൊക്കെ പണ്ടറിയില്ല, ഏതായാലും പണ്ടത്തെ കാലത്തെ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നികുതി പിരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് പൊന്നാനിക്കാരനായിട്ടുള്ള അരിമരക്കാരെന്നവരെയാണ്. അപ്പൊ നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് പിന്നെ സാമൂതിരിയുടെ തന്നെ ബന്ധുവായിട്ടുള്ള ഒരാളെ അദ്ദേഹത്തിന്റെ നികുതി പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ 4 വർഷമായിട്ട് നികുതി കൊടുത്തിട്ടില്ല, ടാക്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എന്താ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ചെയ്യേണ്ടത്? അപ്പൊ ഇത് പാർലമെന്റിലേക്ക് ഉയരം കൊടുത്ത് റിപ്പോർട്ട് കൊടുത്തു വലിയ വരക്കാരെന്നവര്. അപ്പൊ പാർലമെന്റ് പറഞ്ഞു ഇതൊരു നടപടി എടുക്കണം. അങ്ങനെ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് അലിമരക്കാരെ ഏൽപ്പിച്ചപ്പോ അലിമരക്കാരെന്താ ചെയ്യേണ്ടത്? ജപ്തി ചെയ്യണം. അപ്പൊ ജപ്തി ചെയ്തിട്ട് അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ഈ നികുതി തരാത്ത ആളുടെ ഭാര്യ വേളി എന്നാ പറയാം, അയാളുടെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പിന്നെ അയാളുടെ ഭാര്യയെ ബന്ധനസ്ഥാക്കിയിട്ട് നികുതി പിരിക്കണ ആഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ പ്രയോഗിച്ചു കൊടുക്കണം. ഇതാണ് അന്നത്തെ സമ്പ്രദായം, ശിക്ഷാ സമ്പ്രദായം. അപ്പൊ ഇവിടെ പിടിച്ചുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയി. അതോടുകൂടി പിന്നെ അത് തിരിച്ചായി. പിന്നെ ഗൂഢാലോചന കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ പാർലമെന്റിയും അതുപോലെ മറ്റു ക്ഷേത്രത്തിന്റെ അധികാരികളും ഒക്കെ ഗൂഢാലോചന നടത്തിയിട്ട് അവസാനം മരക്കാരെ കൊല്ലാനാണ് തീരുമാനിച്ചത്. അങ്ങനെ മരക്കാരെ കൊട്ടാരത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. കൊട്ടാരത്തിൽ വന്നപ്പോ മുറ്റത്ത് തന്നെ നിൽക്കുക ഈ മരക്കാര്. അപ്പൊ കയ്യിൽ വാളുകൊണ്ട് പരിചയമുണ്ട്. ഞാൻ അങ്ങോട്ട് വരണമെന്ന് ചോദിച്ചാൽ പുള്ളിൽ പട്ടാളക്കാരെ നിർത്തിക്കാൻ വരാൻ പറയുന്നത്. അങ്ങോട്ട് വരണമെന്ന് ചോദിച്ചു. വരൂ, അത് ആയുധത്തെ താഴെ ഇങ്ങോട്ട് വരൂ. അപ്പോ മരക്കാര് വരണമെന്ന് 3 പ്രാവശ്യം ചോദിച്ചു. അങ്ങോട്ട് കയറി വരും എന്ന് പറഞ്ഞ മരക്കാര് ഒറ്റ കുതി കുടിച്ചു. അതിന്റെ പാട്ടൊക്കെ പഠിച്ചവരല്ലേ, ഒറ്റ കുതി മേടിക്കാൻ കുതിച്ചാൽ ചെന്നിട്ട് പാറതമ്പി എവിടെ ചെവിക്ക വെട്ടേറ്റെ ശങ്കരൻ പാറതമ്പിയുടെ ചെവി പോയി. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്താ അതിന് പ്രതികാരം ചെയ്യണ്ടേ? അപ്പൊ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ തീരുമാനിച്ചത്? പള്ളി ചൂടാനാ തീരുമാനിച്ചത്. മുസ്ലിമീങ്ങളുടെ ഇവിടെയുള്ള പള്ളി, വലിയ ജമാഅത്ത് പള്ളി ഉണ്ടല്ലോ, മലപ്പുറത്തെ വലിയ ജമാഅത്ത് പള്ളി, അതന്നെ ഈ പള്ളി. ആ പള്ളിക്ക് സ്ഥലം കൊടുത്തവരൊക്കെ ഭീകര തന്നെയാണ്. അതുകൊണ്ട് പള്ളി ചൂടാൻ തീരുമാനിച്ചു. അപ്പൊ മുസ്ലിങ്ങളൊക്കെ പാടെ സംഘടിച്ചു. പള്ളി ചൂടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതിന് സമ്മതിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിങ്ങൾ രാജാവിന് പറവന്തിയോട് എന്നിട്ട് പറഞ്ഞു, അവിടുത്തെ പൂർവികർ തന്നെയാണ് നമുക്ക് പള്ളി ഉണ്ടാക്കാൻ സ്ഥലം തന്നത്, ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അതുകൊണ്ട് പള്ളിയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ പവന്തലക്കാരെ പൈസ ഒക്കെ വെച്ചിട്ടുള്ളൂ തന്റെ പെണ്ണുങ്ങളോട് ചെന്നിട്ട്. അതേപോലെ തന്നെ ഞങ്ങളെ കുഴിടി ചുറ്റോളും വീട് ചുറ്റോളും എല്ലാം ചുറ്റോളും, പക്ഷെ
പള്ളിയിലൊന്നും കാണരുതാണ്. പക്ഷെ പള്ളി ചുറ്റെങ്കിലല്ലേ ഇപ്പൊ കോമരം ഇതാ 3 കൂടാതിന് കോമരം ഉണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനമാകുമ്പോ കോമരം തുള്ളിയിട്ട് പറയല്ലോ, ഇങ്ങനെ വാളൊക്കെ പിടിച്ചാണ് തുള്ളിയിട്ട് പറയും, ഝോനകന്മാരുടെ പള്ളി ചുടണം. അങ്ങനെയാ. അപ്പോ ജോണികന്മാരുടെ മുസ്ലിങ്ങളെ പറ്റി പറയാം. അതുപോലെ ഇവരെ നാട് കടത്തണം എന്നൊക്കെയാണ്, അവിടുന്നൊക്കെ നാട് കടത്തണം ഇതൊക്കെയാണ് അത് ഈ കോമരം തുള്ളിയിട്ട് പറഞ്ഞത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അതോടുകൂടി മുസ്ലിങ്ങളൊക്കെ പാടെ പള്ളിയിൽ കൂടി, എല്ലാവരും പള്ളിയിൽ കൂടിയിട്ട് പള്ളി സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും പള്ളിയിൽ കൂടിയാണ്ട് പ്രാർത്ഥനയാണ്. അവിടെ മൊയ്ൻകുട്ടിയെതിരെ പടപ്പാട്ടിൽ പറയേണ്ട ഈ സംഭവത്തെപ്പറ്റി വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. അരുളാത്ത നബി താഹ വളരെ ഹക്കും പൊലിവാലും അഹുലുൽ ബൈത്ത് അസ്ഹാബുർ ഫളായിലാലും എങ്കൽ കരുളൻ ഷഹാദത്ത് റഹീമായോനെ. ഇതാ ഒരു ശരീരമാണ്. അരുളാത്ത നബി താഹ വളരെ ഹക്കും പൊലിവാലും അഹുലുൽ ബൈത്ത് അസ്ഹാബുർ ഫളായിലാലും എങ്കൽ കരുളൻ ഷഹാദത്ത് റഹീമായോനെ. പള്ളിയെ രക്ഷിക്കാനുള്ള മാർഗത്തില് ഞങ്ങൾക്ക് ഷഹാദത്ത് തരണം. അത് റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട്, സഹാബത്തിന്റെ ഹക്ക് കൊണ്ട്, അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ട്, ഇവരുടെയൊക്കെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് നിന്റെ പള്ളിയെ രക്ഷിക്കാനുള്ള മാർഗത്തിൽ രക്തസാക്ഷിത്വത്തിന് അവസരം തരണമെന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ എല്ലാവരും ചെയ്യണത്. അങ്ങനെ പട നടന്നു. മരക്കാരൊക്കെ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുന്ന അയാൾ സാമൂതിരി വിവരമൊന്നും അറിയില്ല, സാമൂതിരിപ്പാട് ഈ വിവരമൊന്നും അറിയില്ല. അവസാനം എല്ലാം കഴിഞ്ഞിട്ടാണ് സാമൂതിരി വിവരം അറിയുന്നത്. അതിൽ സാമൂതിരി ഭയങ്കര ക്ഷുഭിതനായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ശങ്കരൻപാറ നമ്പിയെ പിരിച്ചുവിട്ടു. ഇതാണ് സംഭവം. അപ്പൊ ഈ സംഭവം മൊയ്ൻകുട്ടിയെതിരെ അദ്ദേഹത്തിന്റെ മലപ്പുറം പടപ്പാടിന്റെ ഒക്കെ വളരെ വിശദമായിട്ട്, പടപ്പാട്ട് എന്റെ വിഷയമല്ല, അവിടെ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. അതിന് ഈ സന്ദർഭത്തിൽ വലിയൊരു വരി മാത്രമാണ്, എല്ലാവരും ആവശ്യമില്ല. അപ്പൊ അത് വളരെ പ്രസിദ്ധമാണ്. കാരണം നമ്മളെ യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ അഖീദയൊക്കെ അന്നുണ്ടായില്ലേ. അപ്പോ റസൂലുള്ളാഹിന്റെ ഹക്കുകൊണ്ട്, സഹാബത്തിന്റെ ഹക്കുകൊണ്ട്, അഹ്ലു ബൈത്തിന്റെ ഹക്കുകൊണ്ട് ഞങ്ങൾക്ക് ഷഹാദത്ത് തരണേന്ന് പറയുമ്പോ അന്ന് അത് ശിർക്കും കഴിഞ്ഞില്ല. ഇന്നിപ്പോ ശിർക്കൊക്കെ തുടങ്ങിയ കാലത്തല്ലേ. ഏതായാലും പിന്നെ അങ്ങനെയുള്ള ഒരു സംഭവം. അപ്പൊ ആ സംഭവമാണ് മലപ്പുറത്ത് ഒരു 1721 ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് മലപ്പുറത്തിന്റെ ചരിത്രം തന്നെ, ലിഖിതമായിട്ടുള്ള ചരിത്രമൊക്കെ വരുന്നത്. എന്റെ മലപ്പുറത്തിന് വലിയ ചരിത്രമല്ല. മലപ്പുറത്ത് ആളുകൾ വരുന്നത് തന്നെ എങ്ങനെയാണ്? പോർച്ചുഗീസുകാരോടുള്ള യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞല്ലോ, പോർച്ചുഗീസുകാരോടുള്ള യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് പലപ്പോഴും പരാജയം സംഭവിച്ചപ്പോ കടൽ തീരത്തു നിന്നൊക്കെ മുസ്ലിങ്ങൾ പിൻവാങ്ങി പോന്നിട്ട് നാടിന്റെ ഓരോ ഉൾപ്രദേശങ്ങളിലും പാർക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മലപ്പുറത്ത് കൂടുതൽ ആൾ പാർക്കാൻ വരുന്നതൊക്കെ തന്നെ. ഇവർ വന്നതിന് ശേഷം വലിയങ്ങാടി വലിയ പട്ടണമാക്കി മുസ്ലിങ്ങളാണ് ചെറുകിട കർഷകരുമായിട്ട് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണ് വലിയങ്ങാടിനുള്ള പട്ടണത്തെ പിന്നീട് അവരാണ് പട്ടണം രൂപീകരിച്ചൊക്കെ വലിയതാക്കി വരുന്നതൊക്കെ. അപ്പൊ അതിന് പിന്നെ അത്തരം സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പടപ്പാട്ടിന്റെ മലപ്പുറം പടപ്പാട്ടിന് അവരെ മലപ്പുറം ശ്രോതാക്കൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അതിന്റെ അത്തരം യുദ്ധങ്ങളിലൊക്കെ പിന്നീട് പല സംഭവങ്ങളും മലപ്പുറത്തുണ്ടായി. അതിലൊക്കെ രക്തസാക്ഷ്യം മരിച്ചവരാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ശ്രോതാക്കൾ. ഇത് മാത്രമല്ല, നമ്മൾ മകൻ ട്രാജഡിന്റെ ഇവിടെ തന്നെയല്ലേ കോരങ്ങത്തെ പള്ളിക്കലല്ലേ അവരുടെ മയ്യത്തൊക്കെ വരവിരിക്കുന്നത്. പിന്നെ ഷഹീദായിട്ടുള്ള ആൾക്കാരുടെ ഇപ്പൊ മലപ്പുറമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ശുഹദാക്കളുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ പൂക്കോട്ടൂർ കലാപം എന്ന് പറഞ്ഞാൽ അതും തൊട്ടടുത്ത് തന്നെയല്ലേ, വലിയ ദൂരമല്ല. പൂക്കോട്ടൂർ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെയല്ലേ, മലപ്പുറത്ത് തന്നെയല്ലേ. അപ്പോ അതും ഇതുപോലത്തെ ഒരു സംഭവം തന്നെയാണ്. അത് പിന്നെ അടിസ്ഥാനപരമായി ഇതിലൊക്കെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷുകാരൊക്കെ ഫ്യൂഡലിസ്റ്റുകളാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ അധിനിവേശത്തിന് വേണ്ടി വരുന്ന ബ്രിട്ടീഷുകാർ ഫ്യൂഡലിസ്റ്റ്, അവർക്ക് ഫ്യൂഡലിസം പരിചയമുള്ളത്. അല്ലാതെ അതുകൊണ്ട് അവർ ഈ നാട്ടിൽ വന്നപ്പോഴും അവരുടെ ഫ്യൂഡലിസം തന്നെ നിലനിർത്താൻ അവർക്ക് താല്പര്യം ഉണ്ടായത്. അതിന് മുമ്പ് ടിപ്പു സുൽത്താൻ യഥാർത്ഥത്തിൽ അടിസ്ഥാനം വരുന്നത് വിശ്വാസത്തിൽ നിന്ന് തന്നെയാണ്. ഈ ഹൈന്ദവ വിശ്വാസപ്രകാരം, ചാതുർവർണ്ണ വിശ്വാസപ്രകാരം പിന്നെ ഈ ബ്രാഹ്മണന് മാത്രമേ ഭൂമി അനുഭവിക്കാനും വെച്ചുകൊണ്ടിരിക്കാനും അധികാരമുള്ളൂ. ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്കൊന്നും ഭൂമി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്പൂരിമാർക്കും ബ്രാഹ്മണന്മാർക്കും മാത്രമായത് ഭൂമി. വേറുള്ളവർക്കൊന്നും ഭൂമി അനുഭവിക്കാനുള്ള അധികാരമല്ല. കാരണം പരശുരാമൻ മഴു പറഞ്ഞാണ് കേരളം ഉണ്ടാക്കിയിട്ട് നേരെ കൊടുത്തത് ബ്രാഹ്മണന്മാർക്കാണ്. അതിനെ ബ്രാഹ്മണന്മാർക്കല്ലേ ഭൂമി, വേറുള്ളവർക്കൊന്നും ഭൂമി പറ്റൂല. അത് വിശ്വാസപരമായി തന്നെ പറ്റാത്തതാ. അതുകൊണ്ട് വേറുള്ളവർക്ക് ഭൂമി ഉണ്ടാകാൻ പാടില്ല. മാപ്പിളാർക്കാവട്ടെ അതുപോലെ തന്നെ
തന്നെ മറ്റേ ഇവർക്ക് താണജാതിയിൽപ്പെട്ടവർക്കാവട്ടെ അവർക്കൊന്നും തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ യുദ്ധം ഉണ്ടായപ്പോഴേ പാർലമെന്റിൽ ബന്ധപ്പെട്ട യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളുടെ കൂടെ കൊല്ലന്മാരുണ്ടായിരുന്നു, തക്കാന്മാരുണ്ടായിരുന്നു, ഹരിജൻസ് ഉണ്ടായിരുന്നു. ഈ 3 കൂട്ടക്കാരുണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ ഒറ്റക്കല്ല യുദ്ധം ചെയ്തത്. മുസ്ലിങ്ങളുടെ കൂട്ടത്തെ നേർച്ചയായിട്ട് അനുസ്മരണമാണല്ലോ, മലപ്പുറം നേർച്ച അതിന്റെ അനുസ്മരണല്ലേ. ആ അനുസ്മരണത്തിൽ തക്കാന് പൊട്ടി വരുന്നവർക്ക് അതിനനുസ്മരിച്ചുകൊണ്ടാ. അപ്പോ തക്കാന്മാരും മുസ്ലിങ്ങളൊപ്പം ഉണ്ടായിരുന്നു, പെരുങ്കൊല്ലന്മാരും മുസ്ലിങ്ങളൊപ്പം ഉണ്ടായിരുന്നു, ഹരിജൻസും മുസ്ലിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. കേവലം അതിന് അടിസ്ഥാന കാരണം നടത്താവുന്നതൊക്കെ എവിടെയെന്ന് വെച്ചാല് ബ്രാഹ്മിൻസിന്റെ ഈ ചാതുർവർണ്ണ ഉണ്ടല്ലോ, ചാതുർവർണ്ണത്തില് എല്ലാവർക്കും ഭൂമി നഷ്ടപ്പെടില്ല, വേറെക്കൊന്നും ഭൂമി കൊടുക്കില്ല. ഭൂമി ഓരോരുത്തർക്ക് കുടിയാന്മാരെന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അവരൊക്കെ ചാളട്ടിയാണ് പാർക്കുകാർ ധർമ്മക്കളോടൊക്കെ. ധർമ്മക്കളൊന്നും ഇപ്പൊ പറയാൻ പാടില്ല, പണ്ടത്തെ ഭാഷ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവരോട് ഇവിടെ ചാളട്ടിയാണ് പാർക്കുകാർ. എന്നിട്ട് അവസാനം പിന്നെ അതുപോലെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കും പാട്ടം. അപ്പോ പാട്ടം തരാൻ വൈകിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നിട്ടില്ലെങ്കിലൊക്കെ അതൊക്കെ കുടിയൊഴിപ്പിക്കലൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ ചെറുമക്കളൊക്കെ കുടിയൊഴിപ്പിക്കും, അവിടെ പാർപ്പിക്കുന്നുണ്ട്. പിന്നെ പെട്രോളില്ലാശം കുടിയും. അതിന് കള്ളത്തെ ആരോപിക്കല, കളവ് മറിച്ചിനൊക്കെ ആരോപിക്കല. നമ്മുടെ ചെറുകാടിന്റെ ഒരു കവിത ഉണ്ട്, ചെറുകാടുണ്ടല്ലോ ശങ്കരപിഷാരടി, അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട് ചെറുമൻ കുഞ്ഞാമൻ എന്നിട്ട്. ചെറുമൻ കുഞ്ഞാമൻ എല്ലാ ചെറുമൻ കുഞ്ഞാമേലാളന്റെ പട്ടിക്കലിരിക്കും ചെറുമൻ കുഞ്ഞാമൻ, നേരും വീഴും കരുതിയിടാതൊരു കുറ്റം ചെയ്തത്രേ, കൈകളിലാമം കവിളിൽ കണ്ണീർ മെയ്യിലടിപ്പാട്, കരളിൽ കത്തിക്കാളും വേദന നിൽപ്പൂ കുഞ്ഞാമൻ, അടിമപ്പണിയിരു മുത്തപ്പായി തുടങ്ങിയതാണത്രേ, അതിരിന്നോളം വീഴ്ച വരുത്തിയിട്ടില്ല പുലമാടം, മുള പൊടിയുമ്പോൾ പൊട്ടിച്ചിതറി ചെറുമൻ കുഞ്ഞാമൻ, ആര്യങ്കാവിലെ ദൈവത്താണേ കണ്ടെത്താരാണേ, അടിയനകായിര ഉരുളിയെടുത്തിട്ടില്ല മൂത്താരെ, ആര്യങ്കാവിലെ ദൈവത്താണേ കണ്ടെത്താരാണേ, അടിയനകായിര ഉരുളിയെടുത്തിട്ടില്ല മൂത്താരെ, നാളെ ചാള പൊളിച്ചു പറമ്പു മടക്കി തന്നോളാം, നാളെ ചാള പൊളിച്ചു പറമ്പു മടക്കി തന്നോളാം, തൊപ്പിക്കാരോടടിയനെ വിടുവാൻ പറയൂ മൂത്താരെ. ഇതാ സംഭവത്തെ അനുസ്മരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഒക്കെ എന്നിട്ട് കുടിയേറ്റിക്കൽ അവിടെ എല്ലാ താണജാതിക്കാരൊക്കെ തന്നെ പിന്നെ മുസ്ലിമുകളുടെ ഒപ്പം ഉണ്ടായിരുന്നു പറയാനൊക്കെ. അപ്പോൾ ഭൂമി ഉണ്ടാവില്ല, ഭൂമി അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ ടിപ്പു സുൽത്താൻ വന്നതിന് ശേഷം നേരത്തെ പിന്നെ ഇവർ മുസ്ലിമീങ്ങൾക്കും ഭൂമിയില്ലാത്തവർക്കൊക്കെ ഭൂമി എടുത്തിരുന്നു. അങ്ങനെ ടിപ്പുവിനെ കൊന്നതിന് ശേഷം അതേ ഭൂമിയിലെ ഇവിടുത്തെ ഭൂപ്രഭുക്കന്മാർക്ക് ബ്രാഹ്മിൻസിന്റെ കയ്യിലേക്ക് വീണ്ടും തിരിച്ചെത്തുക ചെയ്തത്. പിന്നെ അപൂർവമായിട്ടുള്ള മുസ്ലിം പ്രമാണിമാരുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കയ്യിലേക്കൊക്കെ ഭൂമി തിരിച്ചെത്തി. അതുകൊണ്ട് പിന്നെ ജീവിക്കാനുള്ള വകയില്ലാത്തത് കൊണ്ട്, അതുപോലെ കൃഷി ചെയ്യാൻ ഭൂമിയില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ ഘടകമാണ് ഈ സാധനത്തിന്റെ പിന്നിൽ. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർക്ക് ഫ്യൂഡലിസമാണ് പരിചയമുള്ളത്. ആ ഫ്യൂഡലിസം തന്നെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതാണ്. അപ്പൊ അതിനെതിരെ ഒരു തെക്കും ഇവിടിലെ മുഹമ്മദ് എന്നുള്ള പേരില് ഇവിടുത്തെ പിന്നെ പ്രകൃതിക്കാരനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ നിലമ്പൂർ കോവിലകത്ത് കാര്യസ്ഥനായിരുന്നു. ആയിരുന്ന സമയത്ത് അദ്ദേഹം പിന്നെ കാര്യസ്ഥൻ നിലക്ക് പാവങ്ങളൊക്കെ ഇടങ്ങാറാക്കലാണ്. അതുകൊണ്ട് കർഷകർക്ക് നിലമ്പൂർ കോവിലകത്തിന്റെ താല്പര്യമില്ലാതെ തന്നെ ഇഷ്ടമില്ലാതെ തന്നെ പല ആനുകൂല്യങ്ങളും കർഷകർക്ക് കൊടുക്കുകയായിരുന്നു. ഇദ്ദേഹം കൃഷിപ്പണിക്കാർക്ക് കൊടുക്കുകയായിരുന്നു ഈ തെക്കും വീട്ടിലെ മുഹമ്മദ് പറഞ്ഞ ആള്. അപ്പൊ അദ്ദേഹത്തോട് ഇത് നിലമ്പൂർ കോവിലകത്ത് വിവരെത്തുമ്പോ ആ വിവരം അവിടെ ഇയാളോട് ദേഷ്യമായി. അവസാനം ഇയാളെ തിരിച്ചുവിടാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ നാട്ടുകാരൊന്നും തിരിച്ചുവിടാൻ സമ്മതിച്ചില്ല. കാരണം അവർക്ക് ഒരു ആശ്രയം എന്ന നിലയ്ക്ക് ഇദ്ദേഹം പിന്നെ കർഷകർക്കൊക്കെ വലിയൊരു ആശ്രയം എന്ന നിലയ്ക്ക് ഇദ്ദേഹം ഉണ്ടായില്ല. അപ്പൊ അദ്ദേഹത്തെ തിരിച്ചുവിട്ടത് ആരും അതിന് ഇഷ്ടപ്പെട്ടില്ല, നാട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ രണ്ടാമത് അദ്ദേഹത്തെ തിരിച്ചുവിടുന്നതിനെതിരെ നാട്ടുകാരൊക്കെ പ്രതിഷേധിച്ചു. അപ്പോ അയാൾക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി, തോക്ക് കെട്ടിക്കൊണ്ട് പറഞ്ഞാണ്. അയാളുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന തോക്കിന്റെ ലൈസൻസ് പിൻവലിപ്പിച്ചു. തോക്ക് കെട്ടിക്കൊണ്ട് പറഞ്ഞാണ് തെക്കും വീട്ടിലെ മുഹമ്മദിനെതിരെ വടക്കും വീട്ടിലെ മുഹമ്മദിനെതിരെ കേസ്. അപ്പൊ ആ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഇയാൾ പിടിക്കപ്പെടും എന്നിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റക്ക് പോയില്ല. 2000 ആളുകളെയും കൂട്ടിയിട്ടാണ് ചെന്നത്.
ഈ 2000 ആളുകളെ കൂട്ടിച്ചെന്നപ്പോ അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ ഒരു നാരായണമേനോൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മുസ്ലിമീങ്ങളോ ഹിന്ദുക്കൾക്കോ എതിരിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി സംഘടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അന്നത്തെ ബ്രിട്ടീഷ് കലക്ടറേറ്റുള്ള തോമസിന് വിവരം കൊടുത്തു. അങ്ങനെ മദ്രാസിന്റെ വലിയ ബ്രിട്ടീഷ് പട അങ്ങോട്ട് വരികയാണ്, പൂക്കോട്ടൂർക്ക് വരികയാണ്. പൂക്കോട്ടൂർക്ക് പട വന്നതിന് ശേഷം അങ്ങനെയാണ് പൂക്കോട്ടൂർ കലാപം ഉണ്ടാവുന്നത്. ഈ കലാപത്തിന്റെ അടിസ്ഥാന കാരണം നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ അത് ഈ കാര്യസ്ഥൻ, കോവിലകത്തെ കാര്യസ്ഥൻ അവിടുത്തെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാൻ അദ്ദേഹം, കാരണം ഇങ്ങനെ ഉള്ള ഒരു മനസ്ഥിതി ഈ മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിശ്വാസപരമായിട്ട് തന്നെ ഉള്ളതാണ്. കാരണം മർജിത ജനവിഭാഗം, സാധുജനങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് നിങ്ങൾക്കിടയിലെ പാവങ്ങൾക്കിടയിലും ദുർബലർക്കിടയിലുമാണ്. അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാവങ്ങളായിരുന്നല്ലോ. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകിൻ എന്നൊക്കെയാണല്ലോ റസൂൽ പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് റസൂലിൽ നിന്നും ഇസ്ലാം ദീനിൽ നിന്നും കിട്ടിയിട്ടുള്ളത് ഇങ്ങനത്തെ പാവപ്പെട്ടവരോടുള്ള ദീനാനുകമ്പ, ഇതൊക്കെ ഓരോ മുസ്ലിമിന്റെ മനസ്സിലുണ്ടാവും. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യബോധം എന്ന് പറഞ്ഞാൽ റുസ്തമിന്റെ കൊട്ടാരത്തില് റുസ്തമിന്റെ അടുത്ത് പട്ടാള മേധാവിയായിട്ടുള്ള ഉമർ ഖത്താബ് കാലഘട്ടത്തിൽ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് മുസ്ലിമീങ്ങൾ പേർഷ്യയിലേക്ക് ചെന്ന സമയത്ത് എന്തിനാണ് പോന്നിക്കണമെന്ന് ചോദിച്ചാലോ, നിങ്ങൾ എന്തിനാണ് പോന്നിക്കണമെന്ന് റുസ്തം ചോദിച്ച സമയത്ത് പറഞ്ഞ എന്താ, ഞങ്ങൾ വന്നിരിക്കുന്നത് ജീന നുഖരിജ ഇബാദല്ലാഹി മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ വമിൻ ലീഖിൽ അദിയാനി ഇലാ വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാമി വമിൻ ലീഖിദ് ദുനിയ ഇലാ സഅത്തി ദുനിയ വൽ ആഖിറ. ഇത്ര വിശാലമായിട്ടുള്ള സ്വാതന്ത്ര്യബോധം മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സങ്കല്പം എന്താണെന്ന് നന്നായി പഠിപ്പിച്ചു തരുന്ന ഒരു വാചകമാണ്. റുസ്തമിന്റെ കൊട്ടാരത്തിൽ ചെന്നാണ് റബീഅ ബിൻ ആമിർ എന്ന സഹാബി അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് കൊടുക്കാൻ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ദാസ്യവൃത്തി ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് അള്ളാഹുവിന്റെ ദാസ്യവൃത്തിയിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമി, മറ്റുള്ള മതങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും മോചിപ്പിച്ച് ഇസ്ലാമിന്റെ നീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് വന്നിരിക്കുന്നത്. മൂന്നാമതായിട്ട് ദുനിയ, ഇഹലോകത്തിന്റെ ഹ്രസ്വതയിൽ നിന്ന്, ഇഹലോകത്തിന്റെ സങ്കുചിതത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇലാ സഅത്തി ദുനിയ വൽ ആഖിറ, ഇഹപര ലോകങ്ങളുടെ വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ. ഇതിനു വേണ്ടിയിട്ട് അപ്പൊ ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ സങ്കല്പമാണത്. അള്ളാഹുവിന്റെ ദാസന്മാരല്ലേ, പണ്ടത്തെ ആൾക്കാർ പറഞ്ഞില്ലേ, അള്ളാഹ് വൈപ്പെട്ട് മണ്ണവ ദണ്ഡിച്ചാൽ പിന്നെ ആരാടാ പേടിച്ചിട്ടത് എന്നൊരു ചൊല്ലി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അള്ളാഹ് വൈപ്പെട്ട് മണ്ണവ ദണ്ഡിച്ചാൽ പിന്നെ ആരാടാ പേടിക്കേണ്ടത്? അല്ലാത്തൊരു സ്വാതന്ത്ര്യ സങ്കല്പമാണ്, ശരിക്കൊരു ജീവിത ദർശനമാണ് അതിലടങ്ങിയിരിക്കുന്നത്. അള്ളാഹ് വൈപ്പിടാന്നുള്ളതൊന്നേ, പിന്നെ മണ്ണുമ തെണ്ടിക്കാന്നുള്ളതൊന്നേ, ആരെയും പേടിക്കാതെ ജീവിക്കാന്നുള്ളത്. ഇത് മൂന്നിലടങ്ങിയത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ സങ്കല്പവും ആദർശമൊക്കെ അടങ്ങിയതിൽ തന്നെ. അള്ളാഹ് വൈപ്പിടുക, മണ്ണുമ തെണ്ടിച്ച് അധ്വാനിച്ച് ജീവിക്കുക, അതോടൊപ്പം തന്നെ ആരെയും പേടിക്കാതെ ജീവിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ഒരു സങ്കല്പമാണ് ഇസ്ലാമിന്റെ ജീവിത സങ്കല്പമാണ്. അപ്പൊ അത് ഉൾക്കൊണ്ടിട്ടുള്ളവരാണ്. അത് ഉൾക്കൊണ്ടിട്ടുള്ളവരെന്ന് പറഞ്ഞ മഹാപണ്ഡിതന്മാരെ. പിന്നെ എനിക്ക് സംസാരിക്കേണ്ടത് ഇവരെ പറ്റി ഉണ്ടാകാൻ പറ്റി അതിന് ഉദാഹരണങ്ങളാണ്. ഈ പറഞ്ഞതിനുള്ള ഉദാഹരണമാണ് വാര്യംകുന്നം കുഞ്ഞേബദാജി ആലുമുസ്ലിയർ മഹാപണ്ഡിതനല്ലേ. അദ്ദേഹം ഇവിടെ ഒരുപാട് കാലം പന്നാലിയിലൊക്കെ കിതാബോധി പഠിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം പോയത് മക്കത്തേക്ക് പോവുക. മക്കത്ത് പോയാണ്ട് 10 കൊല്ലം കിതാബോധിക്കണേ. വലിയ വലിയ പണ്ഡിതന്മാരെ പിന്നെ ദഹ്ലാൻ എന്നൊക്കെ സൈനി ദഹ്ലാൻ നിങ്ങൾ അറിയുന്നതായിരിക്കും. അദ്ദേഹം വലിയ അഹ്ലുസുന്നത്തിന്റെ വലിയ മഹാപണ്ഡിതനായിട്ടുള്ള അറബ് ലോകത്ത് പിന്നെ ഈ ഇവരുടെ വഹാബികൾക്കൊക്കെ നന്നായി മറുപടിയൊക്കെ എഴുതിയിട്ടുള്ള മഹാപണ്ഡിതനായ സൈനി ദഹ്ലാൻ. അദ്ദേഹം ആയുസിന്റെ ഉസ്താദാണ്. അപ്പൊ അത്തരത്തിലുള്ള മഹാപണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് വിവരം ആർജിച്ചിട്ടുള്ള വലിയ പണ്ഡിതൻ. എന്നിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ ലക്ഷദ്വീപിൽ മുദരീസാവുകയോ ചെയ്യുന്നത്. അദ്ദേഹം ദുർസെടുത്താൻ തീരുമാനിച്ചാൽ അദ്ദേഹം പടക്കു വേണ്ടി ഇറങ്ങിയതൊന്നല്ല. ആദ്യം ദുർസെടുത്തു. അങ്ങനെ ലക്ഷദ്വീപിൽ ദുർസെടുത്തുന്ന സമയത്താണ് മണ്ണാർക്കാട്ട് കലാപം ഉണ്ടായത്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപം. ആ കലാപത്തിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് വരിക ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ തിരുരങ്ങാടിയിൽ മുദരീസ് ആയിരുന്നു അദ്ദേഹം പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപത്തിൽ തിരുരങ്ങാടി പള്ളി ആക്രമിക്കാമെന്ന സംഭവങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതിലേക്ക് അദ്ദേഹം വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം മതപരമായ എല്ലാ തരത്തിലും, അതോടൊപ്പം തന്നെ ഖാദിരിയ തരീഖത്തിന്റെ ശൈഖാണ് അദ്ദേഹം. കേവലം
കേവലം ഒരു പണ്ഡിതൻ എന്നതിലുപരി അദ്ദേഹം ഒരു തരീഖത്തിന്റെ ശൈഖും കൂടിയാണ്. ഖാദിയ്യ തരീഖത്തിന്റെ ശൈഖാണ് ആലിം സലീം. അപ്പൊ അത്രത്തോളം ആധ്യാത്മികതയുടെ ആഴമുള്ള ഒരു പണ്ഡിതൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ അധിനിവേശമോ അടിമത്വമൊന്നും ഒരിക്കലും തന്നെ സമ്മതിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവായിട്ട് അത്ര അടുത്തുള്ള ആൾ. അതുകൊണ്ട് ഈ നാട്ടില് ബ്രിട്ടീഷുകാർ അധിനിവേശം നടത്തിയപ്പോൾ അതിനെതിരെ സമരം നടത്താൻ, സമരം പറഞ്ഞ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത്. അദ്ദേഹം ചോദിക്കാൻ വേണ്ടി ചെന്നതാണ്. തിരുവങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം അന്വേഷിക്കാൻ വേണ്ടി ചെന്നതാണ്. ഈ നാട്ടുകാരായിട്ടുള്ള കുറെ ആൾക്കാരെ പിടിച്ചുകൊണ്ടിരിക്കണം, അവരെ കാണാനില്ല അന്വേഷിക്കാൻ വേണ്ടി ചെന്നതല്ല. അദ്ദേഹം ആക്രമിക്കാൻ വേണ്ടി ചെന്നു എന്നല്ല. അതിനെ തുടർന്നാണ് പിന്നീട് അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. അത്രേ അദ്ദേഹം പറഞ്ഞോളൂ. അതുകൊണ്ട് അങ്ങനെ പിന്നെ കലാപത്തിലേക്ക് അദ്ദേഹത്തെ പിടിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ അങ്ങോട്ട് കോയമ്പത്തൂർ ജയിലിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യുന്നത്. കൊല വധശിക്ഷ വിധിച്ചുകൊണ്ട്, ബ്രിട്ടീഷുകാർ വധശിക്ഷ വിധിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ സംഭവം അറിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞഹമ്മദ് വളരെ സജീവമായിട്ട് രംഗത്ത് വരുന്നത്. നേരത്തെ കുഞ്ഞഹമ്മദ് എന്റെ നേതൃത്വത്തിലുള്ള സമരങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷെ കുഞ്ഞഹമ്മദ് ഇതിന് ശേഷം അദ്ദേഹം നെല്ലിക്കുത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ചാണ് ജനങ്ങളൊക്കെ പാടെ കൂടി, ആയിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടി. എന്നിട്ട് മൗലൂദ് വെച്ചുകൊണ്ട് ഒരുപാട് 4-5 പോത്തുകളൊക്കെ അറുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ചരിത്രത്തിൽ. അത്ര പോത്തുകളൊക്കെ അറുത്തിട്ട് വലിയ മൗലൂദൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ നേർച്ചയൊക്കെ അപ്പൊ മൗലി നടത്തിയിട്ട് അദ്ദേഹത്തെ പിന്നെ ആലിം മുസ്ലിയാരുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം അദ്ദേഹം ചെയ്യുന്നത് പ്രസംഗമുണ്ട്. കുഞ്ഞഹമ്മദ് പറഞ്ഞ കേവലം ഒരു പോത്തുമണ്ടിക്കാരൻ പറയുമ്പോൾ അങ്ങനെ പോത്തുമണ്ടിക്കാരനൊന്നുമല്ല. അദ്ദേഹം വലിയ പണ്ഡിതൻ. അദ്ദേഹം സൗദി അറേബ്യയിൽ പോയി 4-5 കൊല്ലം അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. മക്കൾക്കൊക്കെ പോയി ഇങ്ങോട്ട് കിതാബ് ഓതി പഠിച്ചിട്ടുള്ള വലിയ പണ്ഡിതനാണ് അദ്ദേഹം. ആലിം മുസ്ലിയാരുടെ അടുത്ത് അദ്ദേഹം ഉറുദു ഭാഷ പഠിച്ചിട്ടുണ്ട്. ഉറുദു അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹം കുറച്ചൊരു ഉയർന്ന തറവാട്ടുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ട്യൂഷൻ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് അറിയാം. പക്ഷേ വെള്ളക്കാരനോട് ഉള്ള ദേഷ്യം കൊണ്ട് ഇംഗ്ലീഷ് പറയില്ല എന്ന് വാശിടിച്ചിരുന്നതാണ്. ഈ ഹരിഹരൻ പരമാര എന്നുള്ള പേരിലെ ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു നോവലിൽ പറയുന്നുണ്ട്. നോവലിലാണ്, അതുകൊണ്ട് യഥാർത്ഥ ചരിത്ര സംഭവമാണെന്ന് എനിക്കറിയില്ല. ഏതായാലും നോവലിൽ പറയുന്നത് കുഞ്ഞഹമ്മദ് കവാത്തടത്താൻ പോണ സമയത്ത് നിങ്ങൾ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയരുത്, അത് ഇംഗ്ലീഷാണ്. വെള്ളക്കാരന്റെ റൈറ്റും ലെഫ്റ്റും പറയണ്ട. നിങ്ങൾ ഒരു കാലമോ ദാറും മറ്റേ കാലമോ 100 തിരിച്ചു കൊടുത്തിട്ട് റൈറ്റ് ലെഫ്റ്റിന് പകരം ദാറേ 100 എന്നാണ് കലാപം നടത്തിയത്. അദ്ദേഹം കവാത്തടത്തിയത്. അപ്പൊ അത്രത്തോളം ബ്രിട്ടീഷ് വിരോധിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തെ വെള്ളക്കാരെ കുറിച്ച് ഒരുപാട് അദ്ദേഹത്തിന്റെ ഭാര്യ മാളുവജ്മയാണ്. മാളുവജ്മ പറാട്ടി, ഇവിടെ കരുവാരമുണ്ടിലെ മാളുവജ്മ അവര് പറാട്ടി കുടുംബത്തിൽപ്പെട്ടതാ. അവര് കുഞ്ഞഹമ്മദ് ശൂരത കണ്ടിട്ട് എന്നെ മുഖം കൊണ്ട് കെട്ടിച്ചാൽ നിങ്ങളുടെ ആവശ്യപ്പെട്ടതാ. കുഞ്ഞഹമ്മദ് പോലത്തെ ഒരു ശൂരനായ ഭർത്താവ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇന്നും മുപ്പരെ കൊണ്ട് കെട്ടിച്ചാണെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്. കല്യാണമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ വലിയ ശൂരന്മാരും അതുപോലെ ധീര വൈദികളൊക്കെ ഈ കലാപത്തിന്റെ ചരിത്രത്തിൽ നമ്മൾക്ക് എടുത്തു പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ, ഈ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെമിനാർ, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അതിന്റെ പശ്ചാത്തലത്തിൽ രൂപീകൃതമായിട്ടുള്ള വിരചിതമായിട്ടുള്ള ഗാനങ്ങൾ, പാട്ടുകൾ, അതൊക്കെ ശരിക്കും നല്ല പിന്നെ ഉൾക്കൊള്ളുന്ന സമയത്ത്, അത് പാടുന്ന സമയത്ത്, ആസ്വദിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവേണ്ടത് പഴയ വീര്യം നമുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തോട് പ്രതികരിക്കാൻ. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഈ വെള്ളക്കാരെ തിരിച്ചു കൊണ്ടുവരുന്ന കാലഘട്ടമാണ്. ഒരു പന്തലിണ്ടായാൽ മതി. വേൾഡ് കപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെ സകല ചെറുക്കന്മാരും വെള്ളക്കാരന് വേണ്ടി ഫ്ലക്സ് നാട്ടാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിന് വേണ്ടി ഫ്ലക്സ് നാട്ടാൻ നടക്കുന്നില്ലേ? ഒരു പന്തലുണ്ടായിട്ടുണ്ടെങ്കിൽ അതാ വേൾഡ് കപ്പ് ഇനിയിപ്പോ വരാൻ പോണു. വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് വരാൻ പോണു. ഇനി നോക്കൂട്ട് നിങ്ങള് നമ്മളെ ചോരി പറഞ്ഞ ചെറുക്കന്മാരെ അന്തിപ്പാതിരാക്കി ഇങ്ങനെ വെള്ളക്കാരന്റെ അതുപോലെ പോർച്ചുഗീസ് പടയുടെ അതുപോലെ സ്പെയിനിന്റെ ഇങ്ങനെയൊക്കെയുള്ള അധിനിവേശ ശക്തികൾക്ക് വേണ്ടിയിട്ട് ഫ്ലക്സ് നാട്ടാനും ഓർക്ക് വേണ്ടിയിട്ട് ബെറ്റ് വെക്കാനും ഓർക്ക് വേണ്ടി വാത് വെക്കാനും ഓർക്ക് വേണ്ടി ഒച്ച ഉണ്ടാക്കാനും അന്തിപ്പാതിരാക്ക് ഉറപ്പൊഴിച്ചു കണ്ട് ക്ലബുകളിൽ പോയിട്ട് കണ്ട് ബഹളം ഉണ്ടാക്കാനും ഒരു ടീം മരിച്ചിട്ടുണ്ടാകാം. ഒരു ടീമെങ്ങാനും ജയിച്ചാൽ ആ ടീമിന് വേണ്ടിയിട്ട് തുണിയും കഴിച്ചിട്ടും കണ്ട് നിന്നിട്ട് പായാനും എന്തൊക്കെ മാറ്റാൻ കൂട്ടാ ചെറുക്കന്മാർക്ക് നമ്മളെ മക്കളാ. ഈ മക്കളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള അവരുടെ മാനസികാവസ്ഥ നമ്മുടെ പൂർവികന്മാരുടെ ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് സമരത്തിന്റെ ഗാഥകൾ രചിച്ചു കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ സമരത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് ആരാണ് വെള്ളക്കാർ, ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഫ്ലക്സ് നാട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ പിന്തിരിപ്പിച്ചിട്ട് നമ്മുടെ അത്തരത്തിലുള്ള ശക്തികൾക്കെതിരെ, പാശ്ചാത്യ ശക്തികൾക്കെതിരെ, അതുപോലെ തന്നെ അവരുടെ സംസ്കാരത്തിനെതിരിലൊക്കെ
കുട്ടികളുടെ മനസ്സ് മാറ്റേണ്ട പണിയാണ്. അതാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ പാട്ടുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചിട്ട് ആ പാട്ടൊക്കെ പാടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു അമർഷമുണ്ടാക്കണം. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കുവാനുള്ള ദൃഢമായ പ്രതിജ്ഞയായിരിക്കണം ഇത്തരം സംഗതികളും സെമിനാറുകളൊക്കെ നടത്തുന്ന സമയത്ത് ഇത്തരം കലാപരിപാടികളൊക്കെ നടത്തുമ്പോൾ അതിൽ നിന്നുള്ള വീര്യം, ഞാൻ നേരത്തെ തുടക്കത്തിലേ പറയലേ, ആ വീര്യരസം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള അവസരമായിരിക്കണം ഇത്. അതുകൊണ്ട് ഞാൻ ദുരിപ്പിക്കുന്നില്ല. ഈ ചർച്ചയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി ഇവിടെ പ്രസംഗിക്കാനൊക്കെ നൗഷാദ് മനുഷ്യരിയൊക്കെ അങ്ങനെ പലരും ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ദുരിപ്പിക്കുന്നില്ല. സമയം തീർന്നിട്ടുണ്ട്. 20 മിനിറ്റ് 25 എന്നൊക്കെ പറയുന്നതൊക്കെ പായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടി തുടക്കം മുതൽ അവസാനം വരെ വളരെ വിജയകരമായ രീതിയിൽ നടത്തുവാനും അങ്ങനെ ഇതിൽ നിന്നുണ്ടാവുന്ന വീര്യവും ഇതിൽ നിന്നുണ്ടാവുന്ന കഴിവും സാഹിത്യപരമായിട്ടുള്ള നിങ്ങളുടെ സിദ്ധികളൊക്കെ വളർത്തിയിട്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ ഇത് നിങ്ങൾക്ക് പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രീ ഹംസ സാഹിബിന് സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. കെ മുഹമ്മദ് ഇബ്രാഹിം സാഹിബ് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. പാടുന്നതും പറയുന്നതും നമ്മുടെ മനസ്സിൽ ആസ്വാദനം സൃഷ്ടിക്കുന്നതിലപ്പുറം വീര്യമുണ്ടാകണം എന്ന് കൃത്യമായി നമ്മെ ഉപദേശിച്ച ബഹുമാന്യനായ സി ഹംസ സാഹിബിന്റെ വാക്കുകൾക്ക് നമ്മൾ കാതോർത്തു. അത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ഉപദേശവും വിശേഷിച്ചും മലപ്പുറത്തിന്റെ പാട്ടും പടയോട്ടവും ചർച്ച ചെയ്യുന്ന ഈ സെമിനാറിൽ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ട, നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രസക്തമായ ഒരു ഉപദേശമാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാന്യരായ ഹംസ സാഹിബിന് സംഘടനയ്ക്ക് വേണ്ടി കൃതജ്ഞത അറിയിക്കുന്നു. Entonces,